ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ട്രംപിന്റെ വാണിജ്യപരമായിട്ടുള്ള ഇന്ത്യക്ക് മേളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ടാരിഫിനെ കുറിച്ചും അത് വഴി നമുക്ക് ഉണ്ടാ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളും ഒക്കെ നമ്മൾ പല വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് നമുക്ക് ഒരിക്കലും അതിനെ നിസ്സാരവൽക്കരിക്കാനോ അല്ലെങ്കിൽ നമുക്കതിനെ ലളിതവൽക്കരിക്കാനോ സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് പാർട്ണറാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി എക്സ്പോർട്ടുകൾ അല്ലെങ്കിൽ കയറ്റുമതികൾ അമേരിക്കയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യമായിട്ടുള്ള വാണിജ്യത്തിൽ അല്ലെങ്കിൽ ട്രേഡിൽ നമുക്ക് സർപ്ലസും ഉള്ള രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തത്. റഷ്യയുമായിട്ട് നമ്മളുള്ള ബന്ധം കുറയ്ക്കുക, റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നു, റഷ്യയിൽ നമ്മൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കാരണം പറഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് നമുക്ക് മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയത്. ഏകദേശം 50% ടാരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ കാരണം പറയുന്നത്, നമുക്കറിയാം പൊളിറ്റിക്സിൽ നമ്മൾ പുറമേ കേൾക്കുന്ന കാരണങ്ങളല്ല ഒരിക്കലും ശരിയായിട്ടുള്ള കാരണങ്ങൾ. അതിപ്പോൾ ഏത് പൊളിറ്റിക്സിലായാലും, ലോക്കൽ, റീജിയണൽ, നാഷണൽ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിലെല്ലാം തന്നെ നമ്മൾ പുറമേ കേൾക്കുന്ന ഉപരിപ്ലവമായിട്ട് നമ്മൾ കേൾക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാരണങ്ങളല്ല ഒരിക്കലും ശരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയും ഇന്ത്യ റഷ്യയായിട്ടുള്ള ബന്ധമോ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നൊന്നുമല്ല അമേരിക്കയുടെ വിഷയം. അമേരിക്കയ്ക്ക് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം, ട്രംപിന് വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബിസിനസ്സുകാർക്ക് ഇന്ത്യയിലെ അവർ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് ലിബറലൈസ് ചെയ്യുക, തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുക എന്നൊക്കെയുള്ളതാണ് അമേരിക്കയുടെയും ട്രംപിൻ്റെയും ലക്ഷ്യം. അല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ റഷ്യയായിട്ടുള്ള ബന്ധങ്ങളൊന്നും അല്ല. കാരണം ഇന്ത്യയെക്കാളിലും കൂടുതൽ ശക്തമായിട്ടുള്ള ബന്ധം അമേരിക്കയും റഷ്യയും തമ്മിലൊക്കെ പല മേഖലകളിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. യൂറോപ്പിനും ഒക്കെ തന്നെ ഉണ്ട്. ചൈനയ്ക്കും റഷ്യയ്ക്കും തമ്മിൽ ചൈന റഷ്യ എന്നല്ലേ ഓയിൽ മേടിക്കുന്നത്. എന്നിട്ട് ചൈനയുടെ മേളിൽ ഈ പറഞ്ഞ പേര് പറഞ്ഞിട്ടുള്ളല്ലോ, ചൈനയുടെ മേളിൽ ഈ പറഞ്ഞ ഉപരോധങ്ങളോ അല്ലെങ്കിൽ സാങ്ഷൻസ് ഒന്നും ഏർപ്പെടുത്തുന്നത്. അപ്പോൾ റഷ്യ അല്ല വിഷയം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതല്ല വിഷയം, അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ തമ്മിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ റഷ്യ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നതല്ല വിഷയം. മറിച്ച് ട്രംപിനും ട്രംപിന്റെ കൂട്ടാളികൾക്കും ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യ ആയുധങ്ങൾ കൂടുതൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുക എന്നൊക്കെയുള്ളതാണ് അമേരിക്കയുടെയും ട്രംപിന്റെ വിഷയം. അതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേലെ സമ്മർദ്ദമായിട്ട് ഈ പറഞ്ഞ ചുങ്കം 50% ഇറക്കുമതി തീരുവ എന്ന് വെച്ചാൽ ഇന്ത്യ അങ്ങോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ 50% ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു പരസ്പര ധാരണയോട് കൂടി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് ഇരു രാജ്യങ്ങൾക്കും പ്രതീക്ഷയുണ്ട് എന്നാണ്. കാരണം ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ട്രേഡ് റിലേഷൻസും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻസും ഒക്കെ തന്നെയാണ്. കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇഷ്ടംപോലെ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പല പലതരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട്. ഒട്ടും കുറവൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും ഈ ആയുധ സപ്ലൈസിൽ, വെപ്പൺ ആം സപ്ലൈസിൽ റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക ഈ പറഞ്ഞ 4 രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള. അതിൽ നമ്മളിപ്പോൾ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന പെർസെൻറ്റേജ് നോക്കുമ്പോൾ റഷ്യയിൽ നിന്നാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ട്രേഡ് നമ്മൾ ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് ഒരു ഒരു പരിഹാരമാകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷയും വിലയിരുത്തലും. അപ്പം ഇതുവരെ അതിന് ഒരു എന്താ ഫിനാലെ അല്ലെങ്കിൽ അതിനൊരു ഫൈനാലിറ്റി ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സെക്ടറിൽ നിന്ന് ഒത്തിരി പ്രോഡക്ട്സ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ കയറ്റുമതി ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ. ഇപ്പൊ ഇവിടെ നമ്മൾ തമിഴ്നാടിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ ട്രംപിന്റെ ടാരിഫ് കാരണം തമിഴ്നാടിന് 60 കോടി രൂപയോളം ഓരോ ദിവസവും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വതന്ത്ര വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് എത്രയും പെട്ടെന്ന്
ഒരു തീർപ്പ് കൽപ്പിക്കാന്നാണ് ട്രംപ്, സോറി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റിനോട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത്. അപ്പോൾ ഇടപെടൽ വേഗത്തിലാക്കാമെന്നാണ് മോദിയോട് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരുപ്പൂര്, കോയമ്പത്തൂർ, ഈറോഡ്, കരൂര്, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സിറ്റീസ് അല്ലെങ്കിൽ ഏരിയാസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ തന്നെ തകർച്ചയുടെ വക്കിലാണ്. അപ്പോൾ അത് ശരിയാണ്. കാരണം നമുക്കറിയാം, ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും, എക്സ്പോർട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെ ഒരു വിഷയമായിട്ട് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ അമേരിക്കയിലേക്ക് ചെമ്മീന്, സമുദ്രോൽപ്പന്ന, ഈ പറഞ്ഞ മറൈൻ പ്രോഡക്ട്സ് എന്നൊക്കെ നമ്മൾ പറയും, ജെംസ്, ജൂവലറി, ഇതുപോലുള്ള ഐറ്റങ്ങളുടെയൊക്കെ കയറ്റുമതിയിൽ ആദ്യമൊക്കെ ട്രംപിന്റെ ഈ ടാരിഫ് വന്നപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റൊക്കെ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് കഴിഞ്ഞു. അതായത് യൂറോപ്പ്, ആഫ്രിക്ക, ഇതുപോലുള്ള വിപണികളിലേക്കൊക്കെ തന്നെ. നമുക്കിപ്പോൾ ശരിക്കും നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റൊന്നും നമ്മൾ ഇന്ത്യ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ്. യൂറോപ്പ്, ആഫ്രിക്ക, പിന്നെ മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ ഒക്കെ തന്നെ ശരിക്കും നമുക്ക്, സെൻട്രൽ ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ഇതൊക്കെ നമുക്ക് ഈ എന്താ പറയുന്നത്, ചൈനയൊക്കെ ഈ പറഞ്ഞ ഇടങ്ങളൊക്കെ തന്നെ അവർ ഡോമിനൻ്റ് ആയി കഴിഞ്ഞു. അതുപോലെ ഇന്ത്യക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടും അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ആഫ്രിക്കൻ മാർക്കറ്റ്സ്, ഇതൊക്കെയാണ്. വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഈ സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ്സ്, ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂപ്രദേശമാണ്. അപ്പോൾ അവിടുത്തേക്ക് മാർക്കറ്റ് നമുക്ക് തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറയുന്നത് നമുക്ക്. ഒരു രാജ്യത്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കയറ്റി അയക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബദൽ സംവിധാനമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏഹ്, എന്താണ്, യൂറോപ്പ്, ആഫ്രിക്ക, ഇതുപോലുള്ള വിപണികളിലേക്ക് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ സാധിച്ചത് അതൊരു വലിയ പ്രശ്നമില്ലാത്ത ഒരു സംഭവമാക്കി എന്നാണ്. നവംബറിലെ കയറ്റുമതി നമുക്കറിയാം 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തി. അത് അമേരിക്കയുടെ വിപണി നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വ്യവസായത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് ഈ ടോപ്പിക്കിൽ. അപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ അത് നമ്മൾ മനസ്സിലാക്കുക, തമിഴ്നാട് മാത്രമല്ല, എക്സ്പോർട്ട് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടോ, കാരണം ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, അല്ലേ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം എക്സ്പോർട്ട് ഉണ്ട് യു എസിലേക്കും അതുപോലുള്ള മാർക്കറ്റിലേക്കും. അപ്പോൾ നമ്മൾ തമിഴ്നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. കാരണം ഇതൊക്കെ ഈ സ്മോൾ മീഡിയം എന്റർപ്രൈസുകളൊക്കെ ഒത്തിരി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള മേഖലകളാണല്ലോ എവിടെയായാലും ശരിക്കും പറഞ്ഞാൽ. നിരവധി ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന മേഖലകളാണ്. അപ്പോൾ അവർക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണത്. എക്സ്പോർട്ട്, ഒരു കമ്പനിയുടെ വിപണി നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഗ്രാജ്വലി ഉള്ള തൊഴിലാളികളെ അവർക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അതിനെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അപ്പോൾ തൊഴിൽ നഷ്ടമാകും. അതൊരു സാമ്പത്തിക, ഒരു 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 ഇൻഡിവിജ്വൽ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു പിന്നെ ലോക്കൽ റീജിയണൽ വിഷയം മാത്രമല്ല, നമ്മുടെ ഹോൾ എക്കോണമിയുടെ ഒരു വിഷയമാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഇത്ര ലക്ഷം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ജോബ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയമാണ്, തമിഴ്നാടിൻ്റെ മാത്രം വിഷയമല്ല. അപ്പോൾ ഫാക്ടറികളൊക്കെ തന്നെ പ്രവർത്തനം വെട്ടിക്കുറയ്ക്കും. കാരണം അവർക്ക് പിന്നെ കരാറുകൾ നഷ്ടപ്പെടും. അതുപോലെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥ വരും. അതൊക്കെ സോഷ്യോ ഇക്കണോമിക് വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്ത്യ ഗവൺമെന്റിനോട് മോദിയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യു എസുമായിട്ടുള്ള വ്യാപാര കരാർ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിരിക്കുന്നത്. വിവിധ വ്യവസായ മേഖലകളിലെ പ്രതിദിന നഷ്ടം അവർക്ക് 60 കോടി രൂപ അതിക്കടുത്ത് വരും എന്നും പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നഷ്ടം അവർക്ക് ഉണ്ടാകുന്നത്. കാരണം അത് തമിഴ്നാടിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമല്ല. കാരണം അതിൻ്റെ കാസ്കേഡിംഗ് ആയിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തമിഴ്നാട്ടിലെ വ്യവസായങ്ങളിൽ ഇപ്പോൾ കേരളക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി നഷ്ടപ്പെടുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് പ്രശ്നമാണ്, ഇല്ലേ? അപ്പോൾ അത് ഇന്ത്യയുടെ ടോട്ടൽ വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നു വ്യാപാര ചർച്ചകൾ ഇന്ത്യ അമേരിക്കയും തമ്മിൽ നടത്തുന്നുണ്ട്. പക്ഷേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇരു രാജ്യങ്ങളും സമ്മതിച്ച് അതിനൊരു ഫൈനാലിറ്റി അല്ലെങ്കിൽ ഫിനാലെ എന്ന് നമ്മളൊക്കെ പറഞ്ഞില്ലേ, ഒരു ക്ലൈമാക്സ് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വലിയ രണ്ട് രാജ്യങ്ങളായതുകൊണ്ട്. ഇപ്പോൾ ഇന്ത്യ ഒമാൻ തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ട്. അത് വലിയ വിഷയമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് വലിയ പറയത്തക്ക എടുത്തു പറയത്തക്ക ഒത്തിരി മേഖലകളൊന്നുമില്ല ഇരു രാജ്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇന്ത്യയും ബ്രിട്ടനും, ഈ ബ്രിട്ടൻ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് വലിയ വിഷയമല്ല. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ ട്രേഡിംഗ് പാർട്ട്ണറാണ്, വലിയ രാജ്യമാണ്. അതിനെല്ലാം നെഗോഷിയേഷനിലും ബാർഗൈനിലും ഒക്കെ തന്നെ അമേരിക്ക ഒരു പവർഫുൾ രാജ്യമായതുകൊണ്ട് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള മേഖല, ഇപ്പം ന്യൂക്ലിയർ എനർജി മുതൽ, മനസ്സിലായല്ലോ, ആയുധ വ്യാപാരം മുതൽ മറ്റ് പല മേഖലകൾ, അഗ്രികൾച്ചർ, പിന്നെ ഒട്ടനവധി മേഖലകൾ തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ അവർക്ക് ഇരു രാജ്യങ്ങൾക്കും ഇരു കൂട്ടർക്കും ചർച്ച ചെയ്ത് അതിനൊരു സമവായത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്, മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇന്ത്യ മറ്റൊരു ചെറിയ രാജ്യമായിട്ടുള്ള ഇപ്പോൾ ഒമാൻ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ്, അല്ലെങ്കിൽ ഇറ്റലി ആയിട്ടുള്ള ഫ്രീ ട്രേഡ്, അങ്ങനെയൊക്കെ ഞാൻ ഉദാഹരണം പറയണം. അതൊക്കെ ഇന്ത്യക്ക് എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. കാരണം ഏഹ്, ഈ കവർ ചെയ്യപ്പെടുന്ന മേഖലകൾ വളരെ കുറവായിരിക്കും, മനസ്സിലായില്ല. അതുകൊണ്ടാണ് അമേരിക്കയായിട്ടുള്ള ഈ ഒരു വിഷയങ്ങൾ. അതുതന്നെയല്ല, അമേരിക്കയ്ക്ക് ചില കടമ്പിടുത്തങ്ങളുണ്ട്. കാരണം ഇന്ത്യ ചില മേഖലകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, ലിബറലൈസ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, ഈ ഡയറി പ്രോഡക്ട്സ്, ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ അമേരിക്കൻ കോർപ്പറേഷൻസിന്, അതൊക്കെ അമേരിക്കയുടെ ചിരകരമായിട്ടുള്ള പിന്നെ അംബീഷൻസുകളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ടോട്ടലി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്കറിയാം, അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ആഭ്യന്തരമായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഗവൺമെൻറ് മറ്റേ ഈ കാർഷിക സമരത്തിൽ കൂടെയൊക്കെ അവർ മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഇതിനകത്തിൽ അല്പം ഒരു അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ഈ ഒരു കടമ്പിടുത്തം തൽക്കാലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്രൈസിസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓ, ഒട്ടനവധി വ്യവസായ യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല. കാരണം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പോയിട്ട് ട്രംപുമായിട്ടോ അല്ലെങ്കിൽ വിദേ ഏഹ് ഫോറിൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മുതൽ തുടങ്ങേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ രാജ്യത്തിലെ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മുടെ ആകെ ടെക്സ്റ്റൈൽ കയറ്റുമതി 28% തമിഴ്നാട്ടിൽ നിന്നാണ്. ഏകദേശം 75 ലക്ഷം പേരോളം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഇത്ര ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഈ സോഷ്യോ ഇക്കണോമിക്കലല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലകളിലൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലും കയറ്റുമതി ചെയ്യപ്പെടുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ആ പ്രതിസന്ധി കരകയറുവാൻ വേണ്ടി അമേരിക്കയുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ്, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള എന്താ പറയുക, ഈ പറഞ്ഞ മേഖലയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ടാരിഫിൻ്റെ ഒരു പ്രഹരം കിട്ടിയ സംസ്ഥാനങ്ങൾ, പ്രത്യേക മേഖലകളുണ്ടല്ലോ തീർച്ചയായിട്ടും. ഇപ്പം ഇന്ത്യയുടെ ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ 28% തമിഴ്നാട്ടിൽ നിന്നാന്ന് പറയുമ്പോൾ, ആ എക്സ്പോർട്ട് മൊത്തം അമേരിക്കയിലേക്കാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് കൂടെ കിട്ടുന്ന പ്രഹരമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി കൂടാണ്. അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് അറിയാം. അതിനകത്തിൽ ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ട്, വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ സമവായത്തിലെത്താൻ കുറേ സമയമെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ലെതർ ഉൽപ്പന്നങ്ങൾ, അപ്പം അതിനൊക്കെ തമിഴ്നാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏകദേശം നമ്മുടെ ടോട്ടൽ ലെതർ ലെതർ പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിൻ്റെ 40% തമിഴ്നാട്ടിൽ നിന്നാണ്. 10 ലക്ഷത്തിൽ പേര് ഇതിനകത്തിൽ തൊഴിലെടുക്കുന്നുണ്ട്. തിരുപ്പൂരൊക്കെ നമുക്കറിയാം, അതൊക്കെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കോയമ്പത്തൂര്, തിരുപ്പൂര്, പിന്നെ വേറെ സ്ഥലമാണ് ഈ ഈറോഡ്, കരൂര്, ഇതൊക്കെ തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്കറിയാം, ശിവകാശി, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെറുതും വലുതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ട്. അവരെല്ലാം എക്സ്പോർട്ടിൽ ഏർപ്പെടുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ ഈ ടാരിഫ് കാരണം അവർക്ക് എക്സ്പോർട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും
അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ കറൻസി നഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ സിവിയറായിട്ടുള്ള ഒരു തിരിച്ചടി, പ്രതിസന്ധി, ക്രൈസിസ് ഒക്കെ ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ മാത്രമല്ല. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അവരത് നമ്മൾ വായിച്ചറിയുന്ന റിപ്പോർട്ടിൽ കൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ സമയമെടുക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇരു രാജ്യങ്ങളും വളരെ വലിയ രണ്ട് രാജ്യങ്ങളാണ്. ഒട്ടനവധി മേഖലകൾ അതിനകത്തിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്തിലൊക്കെ ഒരു സമവായം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു പരസ്പര ധാരണയോട് കൂടിയുള്ളൊരു കരാറിലേക്ക് വരുവാൻ കുറേ സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൊരു പിന്നെ അനുകൂലം എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും അനുകൂലമാണ്. കാരണം ചില മേഖലകൾ അവർക്ക് ഏഹ്, പ്രധാനപ്പെട്ടാണ്, ചില മേഖലകൾ നമുക്ക് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രാഗൽഭ്യമില്ലാത്ത മേഖലകൾ എന്ന് വെച്ചാൽ ഇപ്പം ന്യൂക്ലിയർ, സിവിൽ ന്യൂക്ലിയർ എനർജി, അങ്ങനെ ഒരു മേഖല. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള അവരുടെ ടെക്നോളജിയും അല്ലെങ്കിൽ മറ്റ് വെപ്പൺസ്, ഡിഫൻസിലുള്ള ഡിഫൻസ്, സൈനികരമായിട്ടുള്ള വെപ്പൺസ്, ഇതൊക്കെ നമുക്ക് അമേരിക്കയെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് പല മേഖലകൾ ഇപ്പം നമ്മൾ ഇവിടുന്ന് ടെക്സ്റ്റൈൽ, ലെതർ പ്രോഡക്ട്സ്, IT, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി മേഖലകൾ, ഇപ്പം ജുവൽസ്, ജെംസ്, ഇതൊക്കെ തന്നെ നമുക്കാണ് ആ മേഖലകളിലൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതൊക്കെ അപ്പം അങ്ങനെ പരസ്പരം ഇരു രാജ്യങ്ങൾക്കും ഏഹ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ മേഖലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്താൽ എപ്പോഴും ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. അതിനെ പിന്നെ ഒരു ചർച്ചയിൽ കൂടെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് ഈ രാജ്യങ്ങളും ആ ചർച്ചയിൽ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ഒരു സമവായം താമസിയാതെ ഉണ്ടാകും. അത് ഇരു രാജ്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. തമിഴ്നാടിൻ്റെ വിഷയമാണ് നമ്മളിതിനകത്ത് പറഞ്ഞെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ ഗുജറാത്ത് ആയാലും മഹാരാഷ്ട്ര ആയാലും കർണാടക ആയാലും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ, ഈവൻ കേരളയിൽ നിന്ന് സമുദ്രോൽപ്പന്നങ്ങൾ അതുപോലുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ പ്രോഡക്ട്സ് നമ്മൾ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ടാരിഫിൻ്റെ വിഷയം വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മേഖലകളിൽ പിന്നെ ഫങ്ഷൻ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ എക്സ്പോർട്ട് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് നഷ്ടപ്പെടും. അവർക്ക് തൊഴിൽ ഒരുപക്ഷെ പഴയതുപോലെ അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.